അസ്സലാമു അലൈക്കും. അബ്ദുള്ള കാസർഗോഡാണ്. സഹോദരന്മാരെ, നമ്മൾക്ക് ഒരുപാട് ദിവസങ്ങളായി വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാത്തത്. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾക്കൊന്നും ഇന്നെന്തെങ്കിലും പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. എന്നിരുന്നാലും ചില സന്ദർഭത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് പറയേണ്ടി വരുന്നു. ഞാനിപ്പോൾ ഇന്നാൾ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് ഞാനത് ഡിലീറ്റ് ചെയ്തതാണ്. വേണ്ട, ഒരുപാട് ആളുകൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്, പിന്നെ എന്തിനപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് ഞാൻ ഡിലീറ്റ് ചെയ്തു. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത് എന്താ വെച്ചാൽ, ഇന്നലെ ഞാൻ 1-2 വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി എങ്ങനെയും നമ്മളെ കേരളത്തിലത്തെ വിദ്യാഭ്യാസ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ കുറച്ചെങ്കിലും സംസാരിക്കണമെന്ന്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് മറ്റ് പല നേതാക്കന്മാരോട് ഇഷ്ടം പോലെ ഉണ്ട്. ലീഗിൻ്റെ നേതാക്കന്മാർ ഇങ്ങനെ പറയുന്ന പോലെ ആളുകൾ, കോൺഗ്രസിൻ്റെ ആളൊക്കെ ഇങ്ങനെ ഉണ്ട്. എന്നിരുന്നാലും ഒരു രാജ്യത്തിൻ്റെ ഭരണഘടന നിലനിൽക്കാനും ആ മനുഷ്യന്മാരുടെ എല്ലാവരെയും സ്വാതന്ത്ര്യം നിലനിൽക്കാനും വേണ്ടി, എല്ലാവരും ഐക്യത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശിവൻകുട്ടി ചെയ്ത ചില പ്രവർത്തനങ്ങൾ, അത് വർഗീയവാദികൾക്ക് സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് ഇന്നലെ ഒരു വെള്ള കുപ്പായം ധരിച്ച ഒരു ഫാദറെന്ന് എന്തെന്ന് ഓനെ പറയേണ്ടത് നമുക്കറിയില്ല. ഏതായാലും ആട്ടെ, ഒരു ഫാദറച്ഛൻ സംസാരിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാതെ രണ്ടാമതൊരു വീഡിയോ ഉണ്ടാക്കിയിട്ട് എൻ്റെ സത്യാവസ്ഥ ഒന്ന് പുറത്ത് പറയണം, കുറച്ചൊക്കെ വിശദീകരിക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ സഹോദരന്മാരെ, നമ്മളെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറ് ചെയ്ത് വളരെ നല്ല കാര്യമാണ്. അതായത് ഈ ഭരണഘടനയുടെ 25-ാം വകുപ്പ് നിലനിൽക്കുന്നതിനെ പറ്റിയിട്ടാണ് മൂപ്പര് കൂടുതലും സംസാരിച്ചിട്ടുള്ളത്. ആ ഭരണഘടനയിൽ പറയുന്ന എല്ലാവരെയും നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന എല്ലാവരും മതമായി ജീവിക്കുന്ന സ്വാതന്ത്ര്യം അത് നിലനിൽക്കണം എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലാണ്ട് മുസ്ലിം തീവ്രവാദികൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതല്ല ഒരു വിദ്യാഭ്യാസ മന്ത്രിയുടെ നടപടി ആവേണ്ടത് എന്ന് പറയുമ്പോൾ, ഈ പറഞ്ഞ ഇവൻ എന്താണ് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ പറ്റി അറിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നി 2 പറയണം എന്ന് തോന്നിയുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനെന്ന് വെച്ചാൽ, ഇത് കേരളത്തിലത്തെ ഒറ്റപ്പെട്ട സംഭവം എന്നാണ് കുറേ ആളുകൾ ചർച്ച ചെയ്യുന്നത്. അതായത് ഇതേ വെള്ളക്കുപ്പായിട്ട് ആൾ പാത്രന്മാരെന്ന് പറയുന്നുണ്ടല്ലോ, ഇവരൊക്കെ ചർച്ച ചെയ്ത് അങ്ങനെയാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവം, ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അല്ല, ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല ഇത്. അതേ സ്കൂളിൽ തന്നെ നമ്മളിപ്പോൾ കണ്ടു, 2008 മുസ്ലിം കുട്ടികളെയും ഹിന്ദു കുട്ടികളെ കൊണ്ട് ക്രിസ്ത്യൻസിൻ്റെ മതത്തിൻ്റെ ചിട്ട പോലെ ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതിന് മനുഷ്യാവകാശ കമ്മീഷൻ കേസ് എടുത്തിട്ട് വാണിംഗ് കൊടുത്തു എന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടതാണ്. അപ്പോൾ അതേ സ്കൂളിൽ നടന്നത് എത്ര 17 കൊല്ലം മുമ്പാണ്. അപ്പോൾ 17 കൊല്ലം മുമ്പ് അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ 2020 അന്ന് 2008 നടന്നത് അങ്ങനെയാണെങ്കിൽ 17 കൊല്ലത്തിന് ശേഷം ഇപ്പുറം ഇവർ ഏതെല്ലാം രൂപത്തിൻ്റെ അജണ്ട ആയിരിക്കും പാസ്സാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് അറിയണം. അപ്പോൾ അത് അറിയണമെങ്കിൽ എന്താവണം, ഒറ്റപ്പെട്ട സംഭവം അല്ല എന്ന് മനസ്സിലാക്കണം ജനങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട സംഭവങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞല്ലോ. 3 കൊല്ലം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കോഴിക്കോട് ഇതുപോലെ തന്നെ ഒരു ക്രിസ്ത്യൻസ് മാനേജ്മെൻറ്റ് സ്കൂൾ. ആ സ്കൂളിൽ തെറ്റിക്കൽ SLC പാസ്സായതിനു ശേഷം കുട്ടിക്ക് തലക്ക് തട്ടോട്ട് ഒരു ഫോട്ടോ ഇടണം, അടുത്ത സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ പറഞ്ഞത് തലക്ക് തട്ടിട്ട് ഇടാതെ തന്നെ ഫോട്ടോ എടുത്താൽ മതി, അത് ഇവിടെ പറ്റൂല. ഇവിടുന്ന് ജയിച്ചിട്ട് പഠിച്ചിട്ട് പോകുന്ന കുട്ടികൾ അങ്ങനെ തലക്ക് തട്ടുകൂടാതെ ഫോട്ടോ എടുത്താൽ മതി എന്ന് പറഞ്ഞാൽ അന്നൊക്കെ ചർച്ച ചെയ്ത സുപ്രഭാത പത്രങ്ങളൊക്കെ അത് ഭയങ്കര കൊടുത്തിട്ടുള്ളതാണ് കാര്യങ്ങൾ. അപ്പോൾ അത് 3 കൊല്ലം മുന്നേത്തെ കഥയാണ് ഞാൻ പറയുന്നത്. വേറെ നിങ്ങൾക്കറിയണം, ഞങ്ങൾ കാസർഗോഡ് ജില്ലയിൽ അറിയപ്പെടുന്ന 1-2 സ്കൂളുകളുണ്ട്. കാസർഗോഡ് ജില്ലയിൽ, കർണാടകയിൽ ഇപ്പോൾ ഹിജാബിൻ്റെ ഒരു പ്രശ്നം വന്നല്ലോ. ആ സമയത്ത് ഇവരെടുത്തുവിട്ട് പണിയറിയോ, ഒരു സ്കൂളിൽ കുട്ടികൾ, മുസ്ലിം കുട്ടികളൊന്നും തട്ടിടാൻ പാടില്ല എന്ന് പറഞ്ഞു. തട്ടാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ 10-200 ആളുകൾ TC വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് എഴുതി കൊടുത്തു, ഞങ്ങൾക്ക് നമ്മളെ കുട്ടി എടുത്തിട്ട് പോകുന്നത്. അന്ന് അവിടുന്ന് ആ പ്രശ്നം പരിഹരിച്ചു. എല്ലാവരും തട്ടുവിട്ടോളൂ എന്നവർ പ്രഖ്യാപനം നടത്തിയിട്ട് അങ്ങനെ ആ ഒരു പ്രശ്നം അവിടെ നടന്നു. അപ്പോൾ ഇത് ഒറ്റപ്പെട്ട പ്രശ്നങ്ങളൊന്നുമല്ല, ഇത് എല്ലാവർക്കും ഇവർ കളിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അതുപോലെ തന്നെ നമ്മൾ ഈ കാസർഗോഡിൽ മറ്റൊരു സ്കൂളുണ്ട്, വലിയ കാശ് നല്ലോണം പൈസ ഡൊണേഷൻ വാങ്ങിയിട്ട് 60,000 രൂപയ്ക്ക് ഡൊണേഷൻ വാങ്ങിയിട്ട് 50,000 60,000 രൂപയായിട്ട് എന്തുണ്ട് ഡൊണേഷൻ, അതിൽ കൂടുതലും ഉള്ളതുണ്ട്. ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ, 85-90% മുസ്ലിം കുട്ടികളാണ്. ആ മുസ്ലിം കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിൽ
ജുമാ നമസ്കാരത്തിന് പോകാൻ അവർ അനുവദിക്കാറില്ല. ആ ഈ സ്കൂളുണ്ടല്ലോ, ജുമാ നമസ്കാരത്തിന് പോകാൻ പറ്റില്ല, നിസ്കാരം പറ്റില്ല അവിടെ. അല്ലെങ്കിൽ അവിടെ തന്നെ ഒരു സംവിധാനം ആക്കി തരാൻ പറഞ്ഞപ്പോൾ മാനേജ്മെൻറ്റ് എന്താണെന്ന് പറയുന്നത്, ഇവിടെ അതൊന്നും പറ്റില്ല, ഇവിടുത്തെ നിയമം തന്നെ. അങ്ങനെ ആരുടെ കുട്ടികൾക്കൊന്നും നമസ്കരിക്കാൻ വിടാത്തത് കൊണ്ട് കുട്ടികൾ എന്താക്കി അറിയോ, ഈ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഒരു 10-60 കുട്ടികളെ TC വാങ്ങിച്ച് അവിടുന്ന് പോയി. ഇതിന് ജുമാ നമസ്കാരത്തിന് പോകാത്ത. അപ്പോൾ ഈ തട്ടത്തിനെക്കാട്ടി ഈ ജുമാ നമസ്കാരത്തിനായിട്ട് വരുത്തുന്നതല്ല ഈ തട്ടത്തിൻ്റെ പ്രശ്നമൊന്നും. തട്ടം ഇട്ടില്ലെങ്കിൽ ഇസ്ലാമിന് പുറത്തൊന്നുമല്ല. പക്ഷേ ജുമാ നമസ്കാരം മുസ്ലിംക്ക് നിസ്കരിക്കാൻ നിർബന്ധമാണ്. അത് ഞങ്ങൾക്ക് ഒരു ഹജ്ജ് പോലെയാണെന്ന് വരും. അങ്ങനത്തതിന് പോലും അയക്കാത്തൊരു സ്ഥാപനവും നമ്മൾ ഈ കാസർഗോഡിലുണ്ട്. അവിടെ പഠിക്കുന്നത് 85% മുസ്ലിം കുട്ടികൾ. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി. മാത്രമല്ല അവിടെ ഉണ്ടല്ലോ, അറിഞ്ഞു നോക്കുമ്പോൾ അവിടെ ജനഗണ പോലും ചെല്ലാറില്ല എന്നുള്ളതാണ്. ജനഗണ ചെല്ലാറില്ല എന്നാണ് ഞാൻ പറയുന്നത് കേട്ടിട്ടുള്ളത്. പിന്നെ ജനഗണന ചെല്ലുന്നില്ലെങ്കിൽ പിന്നെ ഇവർക്ക് എന്ത് മതം, എന്ത് ഭരണഘടന, എന്ത് രാജ്യസ്നേഹം. അപ്പോൾ ഇവർ ചെയ്യുന്നതെല്ലാം ഇവർ മറച്ചു വെച്ചിട്ട് മുസ്ലിങ്ങളെ കരുവാക്കിയിട്ട് മുസ്ലിങ്ങളെ വടക്കാക്കാൻ വേണ്ടിയിട്ട് ഇവർ നടക്കാണ്. അതുകൊണ്ട് വലിയ ഗുണമുണ്ട്. കാരണം വെച്ചെങ്കിൽ മുസ്ലിങ്ങളും കുറച്ച് BJP-ക്കാരൊക്കെ ഉണ്ടല്ലോ, അല്ല ഈ ക്രിസ്ത്യാനികളും കുറച്ച് BJP-ക്കാർ ഉണ്ടല്ലോ. അവരൊക്കെ മുസ്ലിങ്ങളിങ്ങനെ തോണ്ടുന്നതുകൊണ്ടാണ് മുസ്ലിങ്ങൾ വളരുന്നത്. അതുകൊണ്ട് അവരെ കൊണ്ട് നമുക്ക് മുസ്ലിങ്ങൾക്ക് വളരെ ഗുണമുണ്ട്. ഗുണമില്ല എന്ന് പറയുന്നില്ല, വളരെ ഗുണമുണ്ട്. നമ്മളവരെ പറ്റി വേറെ ഒന്നും പറയുന്നില്ല. പക്ഷേ ഒറ്റപ്പെട്ട ചില സന്ദർഭത്തിൽ ഇവർക്ക് എവിടെയാണ് മുതലെടുപ്പെടുക്കാൻ പറ്റുന്നത് അവിടെയൊക്കെ ഇവർ അതിൻ്റെ കാര്യം കണ്ടെത്തുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഇത് ഒറ്റപ്പെട്ടതെന്നല്ല, ഇവർ സ്കൂളിൽ ഇവർക്ക് നിരന്തരമായിട്ട് അങ്ങനത്തെ ഉണ്ട്. ഇതിനു മുമ്പ് കുറച്ച് കാലം മുമ്പ് ഞാൻ എവിടെയോ ഒരു ക്രിസ്ത്യൻസിൻ്റെ സ്കൂളിലേക്ക് പഠിക്കാൻ പോയ കുട്ടി നാട്ടിലേക്ക് എല്ലാം പഠിച്ച് ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാകുമ്പോൾ ഉപ്പയും ഉമ്മയൊക്കെ ഒരുമിച്ചിട്ട് ഭക്ഷണം കഴിക്കാനിരുന്ന സന്ദർഭത്തിൽ ഈ പഠിച്ചിട്ട് വന്ന കുട്ടിയുണ്ടല്ലോ, ആദ്യം കുറിച്ച് വരക്കുന്നത് ഭക്ഷണത്തിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട്. അപ്പോൾ ചോദിച്ചു, എന്ത് പറഞ്ഞാൽ നീ എന്ത് ചെയ്യുന്നത്? അല്ല, അത് നമ്മൾ അവിടെ നിന്ന് പഠിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ നിർബന്ധമായിട്ട് കുറിച്ച് വരക്കണം, ഭക്ഷണത്തിൻ്റെ മുന്നിൽ ഇരുന്ന് ചെയ്യിട്ടാകുമ്പം ദൈവത്തിനോട് ആദ്യം പറഞ്ഞു. നമ്മൾ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാൻ എന്ന് പറയുന്നതാണ് കേൾക്കുന്നത്. എന്നാൽ അത് നിർബന്ധിച്ചിട്ട് അവിടെ ആ പഠിക്കുന്ന കുട്ടികൾക്ക് നിർബന്ധിച്ചിട്ട് അങ്ങനെ ആക്കിയെന്നില്ലെങ്കിൽ അർത്ഥം. അപ്പോൾ നമ്മളിപ്പോൾ എത്ര മുസ്ലിങ്ങൾ ഈ സ്കൂളിൽ കിടക്കുന്നുണ്ട്, അവിടെ എവിടെയെങ്കിലും ഹിന്ദു കുഞ്ഞുങ്ങളോട് തട്ടുകൊട്ടിട്ട് വരാനല്ല തൊപ്പി വെച്ചിട്ട് എന്നോ പറയുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ ക്രിസ്ത്യൻസ് കുഞ്ഞുങ്ങളാരെങ്കിലും വരുന്നത് കുറിച്ച് വല ധരിച്ചിട്ട് വരുന്നതിന് ആരെങ്കിലും പറയുന്നുണ്ടോ? അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ എവിടെയെങ്കിലും ഈ മുസ്ലിങ്ങൾ നടത്തുന്ന സ്കൂളിൽ എവിടെയും കാണുന്നുണ്ടോ? അല്ലെങ്കിൽ ഹിന്ദുക്കൾ നടത്തുന്ന സ്കൂളിൽ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? അപ്പോൾ ഇവർ അതൊരു അജണ്ട തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. അത് ഇവിടെ നിന്നല്ല, ഇത് നമുക്ക് ശരിക്കും നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ വടക്കേ ഇന്ത്യയിലൊക്കെ ഇവർക്ക് കിട്ടുന്ന സംഭവം നമ്മൾ അറിയുന്നില്ലേ, അതൊക്കെ യാഥാർത്ഥ്യത്തിൽ ഇവർ അജണ്ട അത് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഇറാഖിൽ യുദ്ധം ഉണ്ടായ സമയത്ത് പോലും നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. ഇറാഖിൽ യുദ്ധം ഉണ്ടായില്ലേ, യുദ്ധമുണ്ടായ സന്ദർഭത്തിൽ ഭക്ഷണം പോലും കൊടുത്തിട്ടില്ല അമേരിക്കയുടെ പട്ടാളക്കാർ. ഞങ്ങൾക്ക് മതം മാറി നമ്മളൊക്കെ വരണം, അല്ലെങ്കിൽ ഞങ്ങൾ വിളിക്കുന്നിടത്തിൽ വരുന്നവർ പിടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇറാഖിൽ നിന്ന് അനവധി ആളുകളെ അവർ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്, സ്ത്രീകളെ, മുസ്ലിം സ്ത്രീകളെ. അപ്പോൾ ഇവർക്ക് എന്ന് വെച്ചാൽ അവർ വിചാരിക്കുന്നത് അങ്ങനെ മതം മാറ്റിയിട്ട് ആളെ കുട്ടിക്ക് ഒരു വലിയൊരു പോലീസ് ഉണ്ടാവും, അല്ലെങ്കിൽ വലിയ ഗുണമുള്ള കാര്യം എന്ന് വിചാരിക്കുന്നത്. ആരെ മതം മാറ്റിയിട്ടും പ്രയോജനമൊന്നുമില്ല. കാരണം എന്ന് വെച്ചെങ്കിൽ അവരവർക്ക് മനസ്സിന് എപ്പോഴും താല്പര്യമുള്ളതിൽ ഉറച്ചു വെക്കുന്നുണ്ട് ആരാന്ന മതമുള്ളത്, അല്ലാണ്ട് മതം മാറ്റുന്നുണ്ട്. മുസ്ലിങ്ങൾ ആരും മതം മാറ്റാനൊന്നും പോകാറില്ല. അങ്ങനത്തെ ചരിത്രത്തിലായിരിക്കും ഒരാളെ കാണിച്ചു തരാൻ പറ്റില്ല. കാരണം മുസ്ലിങ്ങൾക്ക് തന്നെ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. മുസ്ലിങ്ങളോട് തന്നെ പറഞ്ഞത് നീ മുസ്ലിമാണെങ്കിൽ മുസ്ലിമായി ജീവിക്കണമല്ല, നിൻ്റെ പാട്ടിൽ പോയിക്കോളാം, ലക്കും ദിക്കിനും പറ്റി എന്ത് ചെയ്യും എന്നാണ് ഖുർആൻ പറഞ്ഞത്. അല്ലാതെ മതം മാറ്റിയിട്ട് മുസ്ലിങ്ങൾക്ക് ഒരാളെ ആവശ്യമില്ല. അങ്ങനെയെങ്കിൽ പിന്നെ ഈ 800 കൊല്ലമൊക്കെ ഇന്ത്യ ഭരിച്ച രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ 80% മുസ്ലിങ്ങൾ കാട്ടിയിട്ട് പിന്നെ ഇന്ത്യകൾ മുസ്ലിങ്ങളായിരുന്നു. ഇപ്പോൾ ഇവിടെ ഈ 105% മാറിയത്. അപ്പോൾ അതല്ല, മുസ്ലിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇസ്ലാമിൻ്റെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് അത് മനസ്സിലാക്കുന്ന സമയത്ത് അത് തനിയെ ആൾ വന്നോളൂ എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഇവരെ അജണ്ട എന്ന് വെച്ചെങ്കിൽ ഇങ്ങനെ മറ്റുള്ളവരെ കുറ്റം പറയുക, ഇവർ നല്ല ആളാളുക, എന്നിട്ട് എല്ലാ വേണ്ടാത്ത പണിയൊക്കെ ഇവരെന്നെ ചെയ്ത് കൂട്ടുക, എൻ്റെ അവർ നല്ല വെള്ള ജമീൻ നിൽക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ശിവൻകുട്ടീനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീട് ഇങ്ങനെ പറയാൻ കാരണം. അപ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല, എല്ലാ സ്ഥലങ്ങളിലും ഇവർക്ക് സാധിക്കുമെന്ന് തോന്നുന്നുണ്ട്, അവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഇതിപ്പോൾ നമ്മൾ കാസർഗോഡ് 2 സ്കൂളിൽ കഥ പറഞ്ഞതാണ്. ഇത് ഒന്ന് പള്ളിക്ക് വിടലില്ല, മുസ്ലിം കുട്ടികളാണ് ഏറ്റവും കൂടുതൽ പഠിക്കുന്നത്. മറ്റൊന്ന് കർണാടകത്തിൽ പ്രശ്നമുണ്ടായ സന്ദർഭത്തിൽ ഇവിടെ ഹിജാബ് ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പ്രശ്നമായിട്ട് 10-20 ആളുകൾ TCക്ക് വേണ്ടി എഴുതി കൊടുത്തപ്പോൾ വേണ്ട അങ്ങനെ ധരിച്ചോളൂ, അതിങ്ങനെ പറയാതെ പറഞ്ഞു പോയത് എന്ന്. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ കണക്ക്. അപ്പോൾ ഇതെന്നെ കണ്ടില്ലേ ഇപ്പോൾ അരെ നമ്മൾ ശശികല ടീച്ചറിനെ പൊത്തിപ്പിടിച്ചിട്ട് നമ്മളെ അടുത്ത പ്രിൻസിപ്പാൾ നിൽക്കുന്നതിൽ കാണുന്നില്ലേ? ഇതെല്ലാം നിങ്ങൾ വീഡിയോ സോഷ്യൽ മീഡിയ കണ്ടാൽ കാണും. അപ്പോൾ ശിവൻകുട്ടിക്ക് ഞാൻ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കും. കാരണം എന്താ അറിയുമോ, ശിവൻകുട്ടി ചെയ്തതാണ് ഏറ്റവും ശരി. നമുക്ക് മാർക്സിസ്റ്റ് പാർട്ടി എന്നിട്ടല്ല പറയുന്നത്, ഞാൻ ലീഗുകാരനാണ്. പക്ഷേ ശിവൻകുട്ടിയൊക്കെ ചെയ്തത് ശരി. അങ്ങനെയാണ് ഒരു രാജ്യം ഭരിക്കുന്നത് നേതാക്കന്മാരും മന്ത്രിമാരൊക്കെ ചെയ്യേണ്ടത്.
അതാണ് ഇന്ത്യൻ്റെ ഭരണഘടന സംരക്ഷിക്കലെന്ന് പറയുന്നത്. അത് ശിവൻകുട്ടി മുസ്ലിങ്ങളോട് ആരെങ്കിലും മുസ്ലിങ്ങളോട് ഒരു പീഡനം ഉണ്ടായത് കൊണ്ടൊന്നുമല്ല, മുസ്ലിംസിനെ സ്നേഹിക്കുന്നത് കൊണ്ടൊന്നുമല്ല. ഇന്ത്യൻ്റെ ഭരണഘടന നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് ആ വെള്ളയിട്ട ലോഹയിട്ടല്ല, ആ വെള്ളയിട്ട എനിക്ക് അച്ഛനോട് പറയാനുള്ളത്, എന്തില്ലെങ്കിലും കുറച്ച് ഇന്ത്യൻ്റെ ഭരണഘടനയും കൂടെ കുറച്ച് നിങ്ങൾ പഠിക്കണം, എന്നെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും. അല്ല മറ്റുള്ള സ്കൂളിലെല്ലാം അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കണം. അല്ലാതെ കണ്ട് നിങ്ങൾ എല്ലാം ചെയ്തിട്ട് മുസ്ലിങ്ങളെ മേലേക്ക് ചാരി വെച്ചിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇനി മുമ്പോട്ട് ഇതുപോലെയൊന്നല്ല, പല കാര്യങ്ങളും പുറത്തു വരാനുണ്ട്. പിന്നെ വടക്കേ ഇന്ത്യയിൽ എങ്ങനെ ഈ ലോഹയും മറ്റേ ബുർക്കയും തൊട്ടിട്ട് കന്യാസ്ത്രീകൾക്ക് നടക്കാൻ പറ്റാത്തൊരു അവസ്ഥയുള്ളത് അതെൻ്റെ കേരളത്തിൽ വരുന്നു. മുൻകൂട്ടി ചിന്തിക്കുന്ന ഏറ്റവും നല്ലത്. ഇത്രയും നമ്മൾ പറയുന്നു. പറഞ്ഞിരുന്നത് തെറ്റുകൂട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. നമ്മുടെ രാജ്യത്തിനപ്പോൾ സാധ്യമായുള്ള രൂപത്തിൽ എല്ലാവരും പ്രവർത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങളെ നല്ല അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ജയ് ഹിന്ദ്.